കളിക്കളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച നൈജീരിയൻ ഫുട്ബോൾ താരം ചിനഡു ഓസർ ജീവനോടെ തിരിച്ചുവന്നെന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് അങ്ങനെ വിരാമമായിരിക്കുകയാണ്. 27 വയസ്സുകാരനായ ഈ റൈറ്റ് ബാക്ക് താരം മരണത്തിന് കീഴടങ്ങിയെന്ന് ക്ലബായ കാറ്റ്സിന യുണൈറ്റഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. നൈജീരിയ പ്രീമിയർ ഫുട്ബോൾ ലീഗിന്റെ പുതിയ സീസണിന് മുന്നോടിയായി നടന്ന പ്രീ സീസൺ ടൂർണമെന്റിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. മുഹമ്മദ് ദിക്കോ സ്റ്റേഡിയത്തിൽ നൈജർ ടൊർണോഡോസിനെതിരായ മത്സരത്തിൽ കാറ്റ്സിന യുണൈറ്റഡിനായി ബൂട്ട് കെട്ടിയ ഓസർ കളി തുടങ്ങി 9-ാം മിനിറ്റിൽ മൈതാനത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ മെഡിക്കൽ സംഘം പ്രാഥമിക ശുശ്രൂഷ നൽകുകയും തൊട്ടടുത്തുള്ള കേദാര സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അത്ഭുതകരമായ തിരിച്ചുവരവ് എന്ന പേരിൽ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയ ശേഷം താരത്തിന്റെ കൈകൾ ചലിച്ചതായും ഇത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ ഉടൻ തന്നെ കാറ്റ്സിന ജനറൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെന്നുമായിരുന്നു പ്രചാരണം. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ദി സൺ, മുണ്ടോ ഡിപ്പാർട്ടീവോ എന്നിവയും താരത്തെ ഓക്സിജൻ സഹായത്തോടെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഓസറിന്റെ മുൻ ക്ലബായ ഹാർട്ട്ലാൻഡ് ഫുട്ബോൾ ക്ലബും ഈ വാർത്ത ശരിവെച്ച് പ്രസ്താവന ഇറക്കിയതോടെ ആരാധകർക്കിടയിൽ വലിയ പ്രതീക്ഷകൾ ഉയർന്നു. എന്നാൽ ഈ വാർത്തകളെല്ലാം പൂർണ്ണമായും തെറ്റാണെന്ന് കാറ്റ്സിന യുണൈറ്റഡ് വ്യക്തമാക്കിയതോടെയാണ് ആശയക്കുഴപ്പങ്ങൾ അവസാനിച്ചത്. നൈജീരിയ പ്രീമിയർ ഫുട്ബോൾ ലീഗിൽ 190 മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള ഓസർ റൈറ്റ് ബാക്കായും സെന്റർ ബാക്കായും ഒരുപോലെ തിളങ്ങിയിട്ടുണ്ടെങ്കിലും നൈജീരിയൻ ദേശീയ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. കറ്റാസിന സ്റ്റേറ്റ് ഗവർണർ മാലം ദിക്കോ ഉമറു റത്ത ഉൾപ്പെടെയുള്ളവർ പ്രമുഖ താരത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി.